ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ പാലക്കാട് പുതുനഗരത്തിൽ ഒരു ജിം ആരംഭിക്കാൻ പോകുന്നു. ആ ജിമ്മിലെ നിയമങ്ങൾ വളരെ വിചിത്രമാണ്. അതായത് ജിമ്മിൽ പാട്ടുകൾ ഉണ്ടാവില്ല, ശരീരം മുഴുവൻ മൂടി പുതച്ചു വേണം ജിമ്മിലേക്ക് വരാൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയമായിരിക്കും. അതായത് ഇത് താലിബാനിലോ അല്ലെങ്കിൽ ഈ ബൊക്കോ ഹറാമൊക്കെ പോലെ ആഫ്രിക്കയിൽ ചില ഇസ്ലാമിക സംഘടനകളൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാലക്കാട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊണ്ടുവരികയാണ് ജിഹാദി ശക്തികൾ. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അല്ല, ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരേണ്ടത് ഇസ്ലാം സമൂഹമാണ്. കാരണം ഇത്തരം ശരീഅത്ത് നിയമങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഈ ലോക രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുക, എല്ലാം വലിയ ഇന്ന് ഇറാൻ ഉൾപ്പെടെ എടുത്തു വയ്ക്കൂ. ലോകത്തെ വികസിതമായ രാജ്യങ്ങളുണ്ടായിരുന്ന ഇറാൻ കഴിഞ്ഞ 30-35 വർഷത്തെ ഇസ്ലാമിക ഭരണം കൊണ്ട് അത് ഇല്ലാതായി, തകർന്നു. കേരളത്തില്, ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ 30% പോപ്പുലേഷൻ എത്തുമ്പോൾ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവണതയാണ്. ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന രാജ്യസ്നേഹമുള്ള പൗരന്മാരെ കൂടി ഇവിടെ ഇവർ നടത്തുന്ന പ്രചരണം എന്താ? നമ്മൾ ഈ രാജ്യത്ത് രണ്ടാം പൗരന്മാരാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് രണ്ടാം നിര പൗരന്മാരാണ് നമ്മളെന്നുള്ള ഒരു വലിയ പ്രചരണം കുട്ടികൾക്കിടയിലേക്ക് പോലും പഠന ക്ലാസ്സുകളിലൂടെ ഇവർ കൊടുക്കുകയാണ്. എന്നിട്ട് രാജ്യവിരുദ്ധരായി ഇവരെ മാറ്റുക, എന്നിട്ട് അതിന് സുരക്ഷിത താവളമായി കേരളത്തെ മാറ്റുക. അപ്പം ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും കളഞ്ഞ് ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമായി മാറ്റാൻ ഉള്ള ശ്രമത്തിന്റെ പടികളാണിത്. ഇതൊന്ന് അവർ കേരളത്തിലാണ് ഇപ്പോ ഒരു ഭരണം കൂടി കിട്ടിയ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ കപട മതേതരവാദികളും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് വളരെ കൃത്യമായി അടുത്ത 3 വർഷക്കാലം കൊണ്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരം പ്രവണതകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിലേക്ക് നടന്നെടുക്കുന്ന കേരളത്തെ വരുന്ന 3 വർഷത്തിനുള്ളിൽ കേരളം കാണും. ഈ തിരിച്ചറിവ് 2021 2018 മുതലേ ആ തിരിച്ചറിവ് എന്റെ സ്വന്തം നാട്ടിലുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഇതിന്റെ ഒന്നാമത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്, ഈ പ്രവണതയുടെ ഒന്നാമത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിച്ച ഒരാൾ PC ജോർജ് എന്ന് പറയുന്ന എന്റെ പിതാവാണ്. സംഘടിതമായി രാഷ്ട്രീയത്തിനപ്പുറത്ത് മതം ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് രംഗത്തിറങ്ങിയ കേരളത്തിലെ ആദ്യത്തെ പ്രവണത 2021 എന്റെ പിതാവ് PC ജോർജിനെതിരെയുള്ള പ്രവണതയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. അത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ആ പ്രവണതയാണ്. അത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്ത് മതമാണ് കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിലേക്ക് വളർന്നിരിക്കുന്നു. അത് തുറന്നു പറയുന്ന BJPയെയും രാജ്യവിരുദ്ധമായി ഇത്തരം സംഘടനകളെ എതിർക്കുന്ന ഞങ്ങളെയും വർഗീയവാദികളാക്കുന്ന പ്രവണതയിലൂടെ അവർ മാറ്റി നിർത്തുന്നു. പക്ഷെ ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുക. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞു, ഇവിടുത്തെ ഇസ്ലാം സമൂഹം ഇതിനെതിരെ രംഗത്ത് വരണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നാഷണലിസ്റ്റുകളായ ഇസ്ലാമുകൾ ഈ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾക്കെതിരെ, മത നിയമങ്ങൾക്കെതിരെ അവർ രംഗത്തെത്തിയാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഇപ്പൊ ഈ ചാനൽ ചർച്ച നടത്തുന്ന ജനം TV പോലും വർഗീയ ചാനലായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. മനസ്സിലായോ? ആ പ്രവണത മാറണമെന്നുണ്ടെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള ഇസ്ലാമിക നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വരണം. നാഷണലിസ്റ്റുകളായ ഇസ്ലാമുകൾ ഇതിനെതിരെ നേതൃത്വം വരണം. ഞങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെതിരല്ല, പക്ഷെ ഞങ്ങൾ ഈ പ്രവണതകൾക്കെതിരാണ്. ആ ലക്ഷണങ്ങളാണ് ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇത് മുളയിലേ നുള്ളണം, ഇല്ലെങ്കിൽ ഈ നാട് അശാന്തിയുടെ ഒരു നാടായി മാറും. ഒരു അംശമില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്, വളരെ ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിച്ചതിന്.